പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. പരനേ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ടേ. വേദപുസ്തകം സത്യമാണെന്നും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കെട്ടുകഥകളല്ലെന്നും ബൈബിളിലെ പ്രവചനങ്ങൾ പ്രസക്തമുള്ളതാണെന്നും ലോകം ചിന്തിപ്പാനും ലോകം മനസ്സിലാക്കാനും ആരംഭിച്ചു കഴിഞ്ഞു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവർ പോലും ബൈബിളിന്റെ പ്രവചനങ്ങളെ പരിശോധിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ശ്രദ്ധിച്ചു. ക്ഷമിക്കണം ഞാൻ പറയുമ്പോൾ. ABC ന്യൂസ് എന്ന് പറയുന്നത് അത് ഹൈന്ദവരുടെ ഒരു ചാനലാണ്. അതിനകത്ത് ഒരു ഹിന്ദു ആള് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഹൈന്ദവനാണ്. എന്നാൽ അദ്ദേഹം പറയുകയാണ് ബൈബിളിൽ പറയുന്ന പ്രവചനങ്ങൾ സത്യമാണ്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ സത്യവേദപുസ്തകം. അത് സത്യമായതുകൊണ്ടാണ് ആ പുസ്തകത്തിന് അങ്ങനെ പേര് കൊടുത്തിരിക്കുന്നത്. ഞാൻ അത്ഭുത കൂറിക്കൊണ്ട് അത് കേൾക്കുകയുണ്ടായി. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, ഇത് യൂട്യൂബിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ലോകത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലാത്തവർ പോലും ബൈബിളിന്റെ പ്രവചനങ്ങളെ ശ്രദ്ധിക്കുകയാണ്, അടുത്തത് എന്ത് സംഭവിക്കും എന്നറിയാൻ. എന്നാൽ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് നാം ഇത് ശ്രദ്ധിക്കണമെന്നുള്ളത് ദൈവം പറയുന്നുണ്ട്. ഞാൻ ഇസ്രായേലിൽ ഒരു 10 പ്രാവശ്യം കുറഞ്ഞത് പോയിട്ടുണ്ടെങ്കിലും ദേവാലയം പണിയപ്പെടേണ്ട സ്ഥലത്ത് സാധാരണ ജനങ്ങളെ കയറ്റുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ 10 പ്രാവശ്യം ഞാൻ സന്ദർശിച്ചിട്ട് 2 പ്രാവശ്യമേ ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുള്ളൂ. ആ 2 പ്രാവശ്യം ഞാൻ എത്ര വികാരനിർഭരനായിട്ടാണ് അവിടെ സന്ദർശിച്ചതെന്നുള്ളത് പറയുവാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത്ര പ്രാധാന്യതയുള്ള ഒരു സ്ഥലം. വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ അല്ല, ചരിത്രം നമ്മൾ അപഗ്രഥിച്ചാൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലമെന്ന് പറയുന്നത് ഈ ദേവാലയം നിൽക്കുന്ന 34 ഏക്കറാണ്. അതിന് പറയുന്നത് ടെമ്പിൾ മൗണ്ട് ഏരിയ. യഹൂദന്റെ ദേവാലയം നിന്ന പ്രതലം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഭൂമിയാണ്. 3 വലിയ മതങ്ങളുടെ ആഗ്രഹഭൂമിയാണ്. യഹൂദനെ സംബന്ധിച്ച് അവന് ലോകത്തിലാകെ പണിയുവാൻ അനുവദിക്കപ്പെട്ട ദേവാലയം ആ പ്രദേശത്തെ പണിയാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ 1ാമത്തെ ദേവാലയവും 2ാമത്തെ ദേവാലയവും നിന്നത് ഈ ടെമ്പിൾ മൗണ്ടിലാണ്. അവിടെ മാത്രമേ 3ാമത്തെ ദേവാലയവും പണിയുവാൻ കഴിയുള്ളൂ. ഈ സ്ഥലം മുസ്ലിങ്ങളെ സംബന്ധിച്ച്, ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മെക്കയും മെദീനയും കഴിഞ്ഞാൽ അവരുടെ 3ാമത്തെ പുണ്യഭൂമിയാണ്. അവരുടെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബി സ്വർഗ്ഗാരോഹണം ചെയ്തത് ഈ ടെമ്പിൾ മൗണ്ടിൽ നിന്നാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മോറിയ മലയുടെ പ്രദേശത്താണ് നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അത് ഇതിനോടടുത്ത ആ പ്രദേശമാണ്. ഞാൻ പറഞ്ഞു വന്നത് 3 മതങ്ങൾ, യഹൂദ മതം, ഇസ്ലാം മതം, ക്രിസ്തീയ മതം, 3 മതങ്ങൾക്ക് പ്രാധാന്യതയുള്ള ഒരു ഭൂമിയാണ് ഈ ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ യെരുശലേമിലുള്ള ഈ 34 ഏക്കർ ഭൂമി. അവിടെയാണ് ദേവാലയം പണിയപ്പെടേണ്ടത്. അത് പണിയപ്പെടുമോ? മാനുഷികമായി ചിന്തിച്ചാൽ പണിയില്ല എന്ന് പറയുകയുള്ളൂ. നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ ഉള്ളിൽ ആ പ്രസംഗം ഞാൻ നിർത്തിക്കൊള്ളാം. നമ്മൾ ഓർക്കണം, യഹൂദന് രാജ്യമില്ലായിരുന്നു. ആ രാജ്യം മടങ്ങി വരുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു. ആ രാജ്യം അവർക്ക് തിരിച്ചു കിട്ടി. പലസ്തീനിലെ മണ്ണിൽ 10,000 യഹൂദന്മാരില്ല. ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. അവിടെ തന്നെ മടക്കിക്കൊണ്ടുവന്നു. നിങ്ങളുടെ ഭാഷ ഞാൻ യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ ഭാഷ മറന്നുപോയതാണ്. വീണ്ടും എബ്രായ ഭാഷ അവർക്ക് മാതൃഭാഷയായി. അവരുടെ ഭൂമി കൃഷിയില്ല, മരുഭൂമിയായി, വെള്ളമില്ല, മനുഷ്യന് വസിക്കാൻ നിവൃത്തിയില്ല. ദൈവജനത്തിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ ഭൂമി വീണ്ടും ഏദൻ തോട്ടം പോലെയാകും. ഇന്ന് ഇസ്രായേൽ സന്ദർശിച്ചവർക്കറിയാം, അവരവിടെ നിന്ന് പഴങ്ങളും പൂക്കളും കയറ്റി അയക്കുകയാണ്. അവിടെ അവർ ഏദൻ തോട്ടം പോലെയാക്കി. ദൈവജനത്തിൽ പ്രവാചകന്മാർ പറഞ്ഞ പോലെ സംഭവിക്കുകയാണ്. നമ്മൾ വളരെ ഗൗരവമായി ഓർക്കണം, ഞാനും നിങ്ങൾ ജീവിക്കുന്നത് യഥാസ്ഥാനത്തിന്റെ നാടുകളിലാണ്. എന്നാൽ ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, യഹൂദന്റെ ദേവാലയത്തെക്കുറിച്ച്. ഈ ദേവാലയം എവിടെ പണിയണം, എങ്ങനെ പണിയപ്പെടും, പണിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇനി സമയം കളയാതെ പ്രവേശിക്കുകയാണ്. നമ്മൾ ഓർക്കണം, യഹൂദന്റെ ദേവാലയം നിൽക്കുന്ന സ്ഥലം ലോകത്തിൽ ഏറ്റവും പ്രശ്നമുഖരിതമായ സ്ഥലമാണ്.
ഇപ്പോൾ ഇസ്രയേലും ചുറ്റും കിടക്കുന്നവരുമായിട്ട് യുദ്ധം നടക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി ഗാസയുടെ പ്രദേശത്തോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇസ്രയേലിന്റെ വടക്ക് കിടക്കുന്ന ലെബനോനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഇറാനുമായിട്ട് അവര് യുദ്ധത്തിൽ ഏർപ്പെട്ടത് നമുക്കറിയാം. ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളോട് അവര് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ പരിഹാരത്തിന് വേണ്ടി ലോക നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? വാർത്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം. യൂറോപ്യൻ യൂണിയൻ 27 രാജ്യങ്ങളും 56 രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നു. അവരുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ പ്രഖ്യാപിച്ചത് ഞാൻ വായിച്ചു. എന്താ അവർ പ്രഖ്യാപിച്ചത്? 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. 2 രാജ്യമായി തീരണം. ഇസ്രയേൽ രാജ്യത്തെ അറബികൾ അംഗീകരിക്കണം, അതുപോലെ തന്നെ ഒരു പലസ്തീൻ രാജ്യം ഉണ്ടാക്കണം. അതിന് പറയുന്ന പേരാണ് 2 സ്റ്റേറ്റ് സൊല്യൂഷൻ. റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലിൽ ഭീകരവാദികളായ ഹമാസ് അവിടെ കയറി 1200 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ റഷ്യയുടെ പ്രസിഡന്റായ പുടിൻ പറഞ്ഞത് ഞാൻ കുറിച്ചു വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിനെല്ലാം കാരണം പലസ്തീൻ രാജ്യം രൂപീകരിക്കാത്തതാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോകത്തിൽ നാഗമാനം കേൾക്കുന്ന വസ്തുത, ഒരു പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ യെരുശലേം അവരുടെ തലസ്ഥാനമായി വേണം. ഇസ്രയേൽ യെരുശലേം വിട്ടുകൊടുക്കില്ല. 1948 അവർ സ്വതന്ത്രമായപ്പോൾ യെരുശലേം അവരുടെ കയ്യിലില്ല. 67 യെരുശലേം അവർ പിടിച്ചെടുത്തു. അവർ നടത്തിയ യുദ്ധമല്ല, അവരോട് യുദ്ധത്തിന് വന്നതാണ്. അവർ യെരുശലേം പിടിച്ചെടുത്തു. അതിന്റെ ശേഷം അവർ 1980 ജൂലൈയിൽ അവർ ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇത് ഞങ്ങളുടെ നിത്യ തലസ്ഥാനം, ഞങ്ങൾ ഇനി അത് വിട്ടുകൊടുക്കില്ല. 1980 സെപ്റ്റംബറിൽ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് 57 ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചുകൂടി. അന്ന് അവിടെ പ്രഖ്യാപിച്ചു, ജിഹാദ് പ്രഖ്യാപിക്കണം. യെരുശലേമിനെ മോചിപ്പിക്കുവാൻ, മുസ്ലിങ്ങളുടെ 3ാമത്തെ പുണ്യഭൂമിയായ യെരുശലേമിനെ മോചിപ്പിക്കുവാൻ ഒരു ജിഹാദ് പ്രഖ്യാപിക്കണം. ജിഹാദ് എന്ന വാക്ക് വിശുദ്ധ യുദ്ധം എന്നാണ്. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിൽ ചുറ്റുമുള്ള രാജ്യങ്ങളോട് ദൈവം പറയുന്നു, വിശുദ്ധ യുദ്ധം പ്രഖ്യാപിച്ചോ. നിങ്ങൾ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ വിശുദ്ധ യുദ്ധം പ്രഖ്യാപിക്കുക. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അവസാനത്തെ യുദ്ധം ഈ വിശുദ്ധ യുദ്ധമാണ്. ഇന്നതിന് കളം ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്ക് ഓർക്കാം, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ യെരുശലേമിൽ ഈ ദേവാലയം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെന്ററാണ്. ലോകത്തിനൊരു കേന്ദ്ര ബിന്ദു ഉണ്ട്. അതൊന്നും വായിക്കാൻ സമയമില്ല. യെസക്കേൽ 5:5, യെസക്കേൽ 38:12, യെശയ്യാവ് 19:24 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയുടെ സെന്റർ എന്ന് പറയുന്നത് ഇസ്രയേൽ രാഷ്ട്രമാണ്. ഇസ്രയേൽ രാഷ്ട്രത്തിന്റെ സെന്റർ എവിടെയാണ്? നിങ്ങളൊരു ഭൂപടം എടുത്ത് നോക്കി, അതിന്റെ സെന്റർ എന്ന് പറയുന്നത് ജെറുസലേമാണ്. യെരുശലേമിന്റെ സെന്റർ ഏതാണ്? യഹൂദന്റെ ദേവാലയം നിൽക്കുന്ന ഭൂമിയാണ്, അല്ലെങ്കിൽ സ്ഥലമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ആ സ്ഥലമാണ് ലോകത്തിന്റെ കേന്ദ്രഭാഗം. ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ കേന്ദ്രഭാഗമാണ് ഈ യെരുശലേമിൽ ദേവാലയം നിൽക്കുന്ന സ്ഥലം. നമ്മൾ ഇനിയും ആ ഭാഗത്തോട് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെയാണ് മോറിയ മല. വാക്യങ്ങൾ എടുത്ത് വായിക്കണമെന്നുണ്ട്. ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. നീ മോറിയ മലയിൽ ചെന്ന്, അബ്രഹാം അപ്പോൾ ജീവിക്കുന്നത് ബർഷേബ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബർഷേബയിൽ നിന്ന് ഏതാണ്ട് 45 മൈല് വടക്കാണ് ഈ ജെറുസലേം. ഏതാണ്ട് 3-4 ദിവസം അബ്രഹാം യാത്ര ചെയ്തു. ആ മോറിയ മല, നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന ദേവാലയം നിന്ന ആ പ്രതലം, അവിടെയാണ് ഈ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ അവിടെയെല്ലാം ക്രമീകരിച്ചത്. ആ സ്ഥലത്തിന് വീണ്ടും ഞാൻ വായിക്കാതെ എടുത്ത് പറയട്ടെ. നിങ്ങൾ 2 ശമൂവേൽ 5-ാം അധ്യായം എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ദാവീദ് ശത്രുക്കളെയെല്ലാം നിഗ്രഹിച്ച് അക്കോബ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ വടക്കേ തെക്ക് ഭാഗം തൊട്ട് യൂഫ്രട്ടസ് നദിയുടെ ആ പ്രദേശം, സിറിയയുടെ പ്രദേശം വരെ തന്റെ രാജ്യം വിസ്തൃതമാക്കിയ ശേഷം തന്റെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായി, പടയാളികളെ എണ്ണി നോക്കണം. ഒരു രാജ്യത്തിന്റെ ശക്തി പടയാളികളുടെ എണ്ണത്തിലാണ്. 20 വയസ്സ് മുകളിലോട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ പ്രാപ്തരായവരെ എണ്ണുവാൻ ദാവീദ് ആവശ്യപ്പെട്ടു. പടനായകനായ യോവാബ് അത് എണ്ണുവാനായിട്ട് മടി കാണിച്ചു. പക്ഷെ രാജാവിന്റെ കൽപ്പന അനുസരിച്ചു. നമ്മളവിടെ വായിക്കുന്നുണ്ട്, ഏതാണ്ട് 13 ലക്ഷം 20 വയസ്സിന് മുകളിലോട്ട് വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ കഴിയുന്നവരെ ദാവീദിന് എണ്ണിയെടുക്കുവാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 13 ലക്ഷം ആളുകൾ, പടയാളികൾ. ആ പുരാതന കാലത്ത് ദാവീദിന്റെ സൈന്യത്തിന്റെ വലുപ്പം ആലോചിക്കുക. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ദൈവം എന്ത് ചെയ്തു? അവിടെ ഒരു ബാധ അയച്ചു. ആ ബാധയില് അവിടെ 70,000 ആളുകൾ മരിച്ചുപോയി. 70,000 ആളുകൾ. ദാവീദ് എണ്ണിയത് കൊണ്ട്, ദൈവകോപം ജ്വലിച്ചത് കൊണ്ട് 70,000 ആളുകൾ മരിച്ചു. ഗാദ് എന്ന് പറയുന്ന പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ അരവണയുടെ കളത്തിൽ അവിടെ സ്ഥലം യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ദാവീദ് യെരുശലേമിൽ ചെല്ലുകയാണ്.
അവിടെ ഒരു കൃഷിഭൂമിയാണ്. അരവണയുടെ ഭൂമി താൻ വിലയ്ക്ക് മേടിച്ചു. അതിന് ചുറ്റും കിടക്കുന്നത് 600 താലന്ത് സ്വർണം കൊടുത്ത് ദാവീദ് മേടിച്ചു. ദാവീദ് വിലയ്ക്ക് മേടിച്ച സ്ഥലം അവിടെ യാഗമർപ്പിച്ചപ്പോൾ ഈ ബാധ നിന്നു. അത് ദേവാലയം നിന്ന സ്ഥലമാണ്. അതൊരു കൃഷിഭൂമിയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. യഹൂദന്മാരുടെ മധ്യത്തിൽ, ബൈബിളിൽ ഇല്ലാതെ, ദൈവം ഇവിടെയാണ് ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടത്. യഹൂദന്മാരുടെ മധ്യത്തിൽ ഒരു കഥയുണ്ട്. ഞാൻ ആ കഥയോടെ പറയാം. അവിടെ ഒരു കൃഷിഭൂമിയാണ്. നമുക്കറിയാം, അരവണയുടെ കൃഷിഭൂമിയാണ്. യഹൂദന്റെ മധ്യത്തിലെ കഥ ഇങ്ങനെയാണ്. 2 സഹോദരന്മാർ ഒന്നിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഒരു സഹോദരന് ഒരുപാട് മക്കളുണ്ട്, മറ്റേ സഹോദരന് മക്കളില്ല. അവരൊന്നിച്ച് കൃഷി ചെയ്യും, ഒന്നിച്ച് വിളവെടുക്കും. അവരുടെ ജോലിക്കാർ 2ആയിട്ട് ആ ധാന്യങ്ങൾ വീതിച്ച് മാറ്റിയിടും. ഓരോരുത്തരും അവരുടെ വീട്ടിൽ കൊണ്ടുപോകും. ഒരു വർഷം കൃഷിയെടുത്തു. കൃത്യമായി 2ആയി ഭാഗിച്ചു. ജ്യേഷ്ഠന്, മക്കളുള്ള ജ്യേഷ്ഠന്റെ ഒരു കൂന ധാന്യം അവിടെ കിടക്കുകയാണ്. മറുഭാഗത്ത് മക്കളില്ലാത്ത അനുജന്റെ ഒരു കൂന ധാന്യം അവിടെ കിടക്കുകയാണ്. രാത്രി 2 പേരും ഉറങ്ങാൻ പോയി. മൂത്ത ജ്യേഷ്ഠൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അനുജന് മക്കളില്ല. ആരും അറിയാതെ ചെന്ന് അദ്ദേഹത്തിന്റെ ധാന്യ കൂമ്പാരത്തിൽ നിന്ന് 10 പറയെടുത്ത് അനുജന്റെ കൂമ്പാരത്തിൽ കൊണ്ടിട്ടു. എന്നിട്ടെല്ലാം ക്രമീകരിച്ചിട്ട് താൻ പോയി കിടന്നു. രാത്രി കിടന്നുറങ്ങിയപ്പോൾ അനുജനൊരു ചിന്ത, എൻ്റെ ജ്യേഷ്ഠന് മക്കൾ ഒത്തിരി ഉണ്ട്, എനിക്ക് മക്കളില്ല. ആരും അറിയാതെ താൻ കളത്തിൽ ചെന്ന് തൻ്റെ കൂമ്പാരത്തിൽ നിന്ന് 10 പറയെടുത്ത് താൻ കൊണ്ടുവന്ന് ജ്യേഷ്ഠന്റെ ആ കൂമ്പാരത്തിൽ കൊണ്ടിട്ടു. അതും എല്ലാം ക്രമീകരിച്ചിട്ട് താനും പോയി ഉറങ്ങി. ഈ ജ്യേഷ്ഠനും അനിയനും ആ കളത്തിൽ പിറ്റേ ദിവസം വരുമ്പോൾ അവരുടെ 2 കൂമ്പാരവും ഒരുപോലെ ഇരിക്കുന്നു. ഇവരൊന്നും മിണ്ടിയില്ല. അന്യോന്യം നോക്കിയിട്ട് കഥ ഇങ്ങനെ പറയുന്നു. അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകം. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവിടെ എൻ്റെ ആലയം പണിയാൻ. അവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ചത്. അവിടെയാണ് ദാവീദ് 70,000 ആളുകൾ ബാധ കൊണ്ട് മരിച്ചപ്പോൾ ആ ബാധ നിൽക്കുവാൻ അരവണയുടെ കളം മേടിച്ച് ദൈവത്തിന് യാഗപീഠം പണിത് ആ പ്രദേശം മുഴുവൻ താൻ ആ 600 താലന്ത് സ്വർണം കൊടുത്ത് മേടിച്ച് എടുത്ത ഭൂമിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അതിൻ്റെ ശേഷം ആ ഭൂമി പിന്നെ ആരും മേടിച്ചിട്ടില്ല. ആ ഭൂമി ഹാർഡ് ക്യാഷ്, സ്വർണം കൊടുത്ത് ദാവീദ് മേടിച്ചതാണ്. ആ ഭൂമി പിന്നെ ആരും വിൽക്കുകയോ, പലരും അവിടെ ജീവിച്ചിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്, എന്നാൽ ആ ഭൂമി പിന്നെ ആരും മറിച്ചു വിൽക്കുകയോ അത് മേടിക്കുകയോ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ദേവാലയം അവിടെയാണ് പണിതത്. ശലോമോൻ ആദ്യത്തെ ദേവാലയം അവിടെയാണ് പണിതത്. ശലോമോൻ ദേവാലയം പണിതു. ആ ദേവാലയം നമുക്കറിയാം ഏതാണ്ട് 400 വർഷം തികച്ചു നിന്നില്ല. അതിൻ്റെ ശേഷം ബാബിലോണിയർ വന്ന് നശിപ്പിച്ചു കളഞ്ഞു. ശലോമോന്റെ ദേവാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് ഇന്നത്തെ കണക്കനുസരിച്ച് 1 ട്രില്യൺ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 12 പൂജ്യം ഇടണം, $1 ട്രില്യൺ കൂടുതൽ വരും അതിനകത്ത് ഉപയോഗിച്ച സ്വർണവും വെള്ളിയും കണക്കാക്കിയാലെന്ന്. കാരണം ഏതാണ്ട് അതിൻ്റെ അകം മുഴുവൻ വിശുദ്ധ സ്ഥലമൊക്കെ സ്വർണം പൊതിഞ്ഞതായിരുന്നു. ശലോമോൻ പണിത ദേവാലയം ദാവീദിനെ കൊണ്ട് പണിയിച്ചില്ല. ദാവീദിന്റെ കരങ്ങളിൽ ചോരയുണ്ടായിരുന്നു, എന്നാൽ ശലോമോനെ കൊണ്ട് ദൈവം പണിയിച്ചു. അവിടെ ദൈവം വസിച്ചു. നമുക്കറിയാം, ആദ്യം യാഗമർപ്പിച്ചപ്പോൾ സ്വർഗത്തിന് തീയിറങ്ങി യാഗവസ്തു ദഹിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ബാബിലോണിയർ അത് നശിപ്പിച്ചു. അത് നശിപ്പിച്ചതിന്റെ കാരണമൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല. 2ാമത്തെ ദേവാലയം ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണിതു. പക്ഷേ ആ ദേവാലയം ഹെരോദ രാജാവ്, റോമൻ ഭരണകർത്താവായ ഹെരോദ രാജാവ് ക്രിസ്തുവിന് BC 20 താൻ അത് വലിപ്പപ്പെടുത്താൻ ആരംഭിച്ചു. ഏതാണ്ട് AD 64 വരെ അതിന്റെ പണി തുടർന്നുകൊണ്ടിരുന്നു. അതിന്റെ പണി പൂർത്തീകരിച്ചില്ല. അതിൻ്റെ 2-3 വർഷം കൂടെ കഴിഞ്ഞു. AD 70 ആയപ്പോൾ റോമാക്കാർ തന്നെ വന്ന് അത് തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു. കർത്താവ് പറഞ്ഞു, ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. അവിടെയുള്ള ദേവാലയം ഓരോ കല്ലുകളും മറിച്ചിട്ടു. ദേവാലയം തീ പിടിച്ചപ്പോൾ സ്വർണം ഭീമമായ കല്ലുകളുടെ ഇടയിലേക്ക് പ്രവേശിച്ചു. ആ കല്ലുകളുടെ ഇടയിലുള്ള സ്വർണം കവർന്നെടുക്കാൻ പടയാളികൾ കല്ലുകൾ മറിച്ചിട്ടു. കർത്താവ് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ല. അന്ന് AD 70 അവരവസാനമായി യാഗം അർപ്പിച്ചു. പിന്നീട് യാഗം അവർ അർപ്പിച്ചിട്ടില്ല. ഇനി നമുക്ക് ഹോശേയാവ് 3:4-5 വാക്യം വായിക്കാം. ഹോശേയ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. അവിടെ തൊട്ട് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ആധുനികമായ ദേവാലയത്തിന്റെ പണിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബന്ധമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ആ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. ഈ വിധം ഇസ്രായേൽ ബഹുകാലം രാജാവില്ലാതെ പ്രഭുവില്ലാതിരിക്കും.
അവർക്കൊരു ഭരണകൂടമില്ല, അതാണ് രാജാവില്ല. പ്രഭു ഇല്ല, അവരുടെ സൈന്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നയിക്കുന്ന പ്രഭുവില്ല. അപ്പോൾ അവർക്ക് ഒരു ഭരണകർത്താവില്ല, ഭരണകൂടമില്ല, യുദ്ധങ്ങൾ നയിക്കുന്ന സൈന്യമില്ല. വീണ്ടും എടുത്തു പറഞ്ഞു, യാഗമില്ല, ഏഫോദില്ല. ഏഫോദ് എന്ന് പറയുന്നത് മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. മഹാപുരോഹിതനില്ല, പുരോഹിതന്മാരില്ല, അവർക്ക് യാഗമില്ല. എത്ര നാളാണ്? ബഹുകാലം. വീണ്ടും ദൈവം വെളിപ്പെടുത്തി, ഇത് മാത്രമല്ല, ഗ്രഹബിംബമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഇരിക്കും എന്ന് പറഞ്ഞാൽ അവർ ബിംബാരാധികളുമല്ല, സത്യാരാധനികളുമല്ല. ദൈവത്തെ ആരാധിക്കുന്ന മാർഗം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെയുള്ള ദേവാലയം ഇല്ല, യാഗപീഠമില്ല. മാത്രമല്ല, അവർക്ക് ആ ബിംബങ്ങളെ ആരാധിക്കുന്ന പ്രതിഷ്ഠകളോ ഗൃഹബിംബങ്ങളോ ഇല്ല. ഇങ്ങനെ ബഹുകാലം കഴിയും. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, AD 70 രാജ്യം നശിച്ച്, ദേവാലയം തീ വെച്ച് നശിപ്പിച്ച് നാം ജീവിക്കുന്ന ഇന്ന് വരെ അവർക്ക് ദേവാലയം ഇല്ല എന്നുള്ളത് ഓർക്കുക. എന്നാൽ നമ്മള് പത്രോസിന്റെ പ്രസംഗത്തിൽ ഓർത്തു, ഒരു യഥാസ്ഥാനത്തിന്റെ കാലമുണ്ട്. എല്ലാം യഹൂദനും മടങ്ങി വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെയും പറയുന്നുണ്ട്, ഭാവി കാലത്ത്, ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യകാലത്ത് ഈ ദേവാലയവും അവർക്ക് കിട്ടും. ഈ ഇല്ലാത്ത വസ്തുതകൾ അവർക്ക് മടങ്ങി വരും എന്നുള്ളത് പറയുകയാണ്. നിങ്ങൾ ഓർക്കുക, ഇന്ന് ദേവാലയം പണിയപ്പെടാൻ കഴിയുമോ? ഇല്ല. ഭയങ്കരമായ ലോകത്തിന് തീ കൊടുത്ത പോലെ ആയിരിക്കും ഈ മുസ്ലിങ്ങളുടെ ഡോം ഓഫ് ദി റോക്കും അലക്സ മോസ്കും നിൽക്കുന്ന അവിടെ യഹൂദൻ ദേവാലയം പണിയുന്നത്. നിങ്ങൾക്കറിയാമോ, തീവ്രവാദികളായ യഹൂദന്മാർ ആ ഡോം ഓഫ് ദി റോക്ക് നശിപ്പിക്കുവാൻ, അതിനെ നശിപ്പിച്ചു കളഞ്ഞിട്ട് അവിടെ യഹൂദന്റെ ദേവാലയം പണിയുവാനായിട്ട് അവര് പദ്ധതികൾ ഒരുക്കിയതാണ്. അവിടെ ഇന്ന് ഇസ്രായേൽ പടയാളികൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ പ്രദേശം ഇസ്രായേൽ പടയാളികൾ കാവൽ നിൽക്കുന്നു. കാരണം അവർക്കറിയാം, ഏതെങ്കിലും വിധത്തിൽ ഈ മോസ്ക് നശിപ്പിക്കുകയോ അവിടെ പ്രശ്നമുണ്ടാകുകയോ ചെയ്താൽ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ലോകത്തിലെ സകല ഇസ്ലാമിക് ആളുകളും യഹൂദന് വിരോധമായി എഴുന്നേൽക്കും. ആർക്കും നിയന്ത്രിപ്പാൻ വയ്യാത്തൊരു സാഹചര്യം ഉണ്ടാകും. എങ്ങനെ ദേവാലയം പണിയും? എങ്ങനെ ദേവാലയം പണിയും? എന്നാൽ ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് ഈ ദേവാലയ പണിക്കുള്ള ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും കഴിയും. ഞാൻ ആ വിഷയം എടുക്കാം. എന്നാൽ ബൈബിൾ തീർത്തു പറയുന്നു, ദേവാലയം പണിത് ആരാധന ആരംഭിക്കുമെന്നുള്ളത് പറയുന്നു. ഏതാണ് പ്രധാനപ്പെട്ട തെളിവ്? വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ, 11-ാമത്തെ അധ്യായം എടുക്കാം. ദേവാലയം ഇനി പണിയപ്പെടുമോ? നമുക്ക് 1-2 വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം. ഇത് നമ്മൾ ഓർക്കണം, യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എന്നാണ് എഴുതിയത്? AD 90-95 AD 90-95 AD 90-95 ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ദേവാലയം ഇസ്രായേലിലുണ്ടോ? ഇല്ല. ദേവാലയം എന്നാണ് നശിപ്പിക്കപ്പെട്ടത്? AD 70 AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ടിട്ട് യഹൂദന് ദേവാലയം ഇല്ല. ദേവാലയം ഇല്ലാത്ത സമയത്ത് ഭാവിയിലെ ദേവാലയം ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 1-2 വാക്യം ഒന്ന് വായിക്കാം. പിന്നെ ദണ്ണുപോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. മതി, ഇത്രയും ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ പറഞ്ഞു, ഈ ഭാഗം രേഖപ്പെടുത്തുന്നത് AD 90-95 ഇത് രേഖപ്പെടുത്തുമ്പോൾ AD 70 ദേവാലയം നശിപ്പിക്കപ്പെട്ട് യഹൂദന് ദേവാലയം ഇല്ല. ഭാവിയിൽ ഒരു ദേവാലയം ഉണ്ടാകും എന്നുള്ളത് ഈ വാക്കുകൾ തെളിയിക്കുന്നു. കാരണം ദൈവം കാണിച്ചു കൊടുത്തു യോഹന്നാനെ, അവിടെ ആരാധിക്കുന്നവരെയും യാഗപീഠത്തിൽ യാഗമർപ്പിക്കുന്നവരെയും കാണിച്ചു കൊടുത്തു. ഇത് നിവർത്തിക്കപ്പെടണമെങ്കിൽ ദേവാലയം പണിയപ്പെടണം. നമുക്ക് ആ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എന്നെടുക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം. ഈ ഭാഗം കർത്താവ് പറയുന്നത് യഹൂദനോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്. അതിന്റെ 15-16 വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്. കർത്താവിന്റെ വാക്കുകളാണ്. കർത്താവ് പറഞ്ഞ വാക്ക് നോക്കട്ടെ. ഈ വാക്ക് യഹൂദന് കൊടുത്ത പ്രത്യേക അടയാളമാണ്. മത്തായി 24 നമുക്കറിയാം, മഹോപദ്രവ കാലഘട്ടം. സഭ മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവ കാലഘട്ടമാണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ യഹൂദനോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് വലിയ ഉപദ്രവം ഉണ്ടാകും. അതെപ്പോഴാണ് ആരംഭിക്കുന്നത്? നിങ്ങളുടെ ദേവാലയം ഉണ്ടല്ലോ, ഇവിടെ വായിക്കുന്നത് കണ്ടോ, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കണം. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. അവൾ ഒരു കാര്യം ഓർക്കുക, ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ ആ വിശുദ്ധ സ്ഥലമാണ്. അവിടെ
അവിടെ ബിംബത്തെ നാട്ടുന്നതാണ് മ്ലേച്ഛത എന്ന് പറയുന്നത്. നമുക്കത് മറ്റു വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാനിവിടെ പറയുന്ന കാര്യം, ഇവിടെ നമ്മൾ ഓർക്കുക, ഈ സംഭവം നടക്കുന്നത് മഹോപദ്രവ കാലഘട്ടത്തിലാണ്. യേശുക്രിസ്തു പറഞ്ഞു, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. എന്നാൽ ഈ വാക്ക് ഭയങ്കരം തർക്കങ്ങൾക്കിടയാക്കിയ ഒരു വേദഭാഗമാണ്. ദാനിയേൽ എന്താ പറഞ്ഞത്? നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദാനിയേൽ പറഞ്ഞത് എന്താണ്? ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം. ഈ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 21 തൊട്ട് 35 വരെയുള്ള വാക്യം ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു. അങ്ങനെ ഇത് നിവർത്തിക്കപ്പെട്ടു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിവർത്തിക്കപ്പെട്ടു എന്ന് പലരും കരുതുന്നു. ഇല്ല, ഇവിടെ പറയുന്നത് സിറിയയിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിച്ച അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ചാണ്. അന്ത്യോക്യസ് എപ്പിഫാനസ്, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ 31-ാം വാക്യം കണ്ടോ? അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായി കോട്ടയെ അശുദ്ധമാക്കി, നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്തു, ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. അന്ത്യോക്യസ് എപ്പിഫാനസ് ഇത് ചെയ്തു. യഹൂദന്റെ ദേവാലയം പിടിച്ചെടുത്തു. അവൻ യാഗപീഠത്തിൽ പന്നിയെ യാഗമായി അർപ്പിച്ചു, പന്നിയുടെ ചോര അവിടെ ഒഴിച്ചു. ഇത് എപ്പിഫാനസ് ചെയ്തു. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യം നിവർത്തിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട നിങ്ങൾ ഓർക്കണം, ഇത് ദാനിയേൽ രേഖപ്പെടുത്തി എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു ഈ കാര്യം പറയുന്നത്. എന്നാൽ 12-ാം അധ്യായം നോക്കിയാട്ടെ. ഈ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയാട്ടെ. അവിടെ വായിക്കുന്നു, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അതെ, കർത്താവ് ഈ ദാനിയേൽ പറയുകയാണ്, അന്ത്യകാലത്തെ കുറിച്ച് പറയുകയാണ്. 9-ാം വാക്യത്തിന്റെ അവസാനം ഉണ്ടല്ലോ, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ച് മുദ്രയിടുക. ഇനിയും 11-ാം വാക്യം നോക്കിയേ. ബുദ്ധിമാൻ അല്ല, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം വരെയും. ഇവിടെ ദാനിയേല് രണ്ടാമത് പറയുന്നതാണ് യേശുക്രിസ്തു എടുത്ത് ഉദ്ധരിച്ചത്. ആദ്യം പറഞ്ഞത് നമ്മൾ കണ്ടു. ആദ്യം പറഞ്ഞത്, അതായത് 11-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറഞ്ഞത് അന്ത്യോക്യസ് എപ്പിഫാനസ് നിവർത്തിച്ചു. എന്നാൽ ഈ പറയുന്നത് അന്ത്യകാലത്തിൽ സംഭവിക്കേണ്ടതാണ്. ഇവിടെ കർത്താവ് പറഞ്ഞു, ഇതെടുത്താണ് കർത്താവ് പറഞ്ഞത്, ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ച പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. 11-ാം വാക്യത്തിൽ അതാണ് വായിച്ചത്, നിരന്തര ഹോമയാഗം നിർത്തലാക്കും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിരന്തര ഹോമയാഗം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും യാഗമർപ്പിക്കണം. അതെല്ലാ ദിവസവും 365 ദിവസവും ഇസ്രായേലിൽ അർപ്പിക്കും. അതിന്റെ പേരാണ് നിരന്തര ഹോമയാഗം, കണ്ടിന്യൂവൽ ബേൺഡ് ഓഫറിംഗ്. അത് നിർത്തും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവിടെ പ്രതിഷ്ഠിക്കും. അത് അന്ത്യക്രിസ്തു വന്നിട്ട് ചെയ്യുന്നതാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് പറയും. അത് സംഭവിക്കണമെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, യഹൂദന് മുൻ പറഞ്ഞതുപോലെ അത് സംഭവിക്കണം. അതായത് ദേവാലയം പണിത് ഈ ദേവാലയം അന്ത്യക്രിസ്തു മലിനീകരിക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ യഹൂദനോട് പറഞ്ഞു, പ്രാണരക്ഷാർത്ഥം ഓടിക്കണം. നിങ്ങളുടെ മഹോപദ്രവ കാലഘട്ടം യെരമ്യാവ് 30:7 പറയുന്ന പോലെ യാക്കോബിന്റെ കഷ്ടകാലം അവിടെ ആരംഭിക്കുകയാണ്. എന്നാൽ നമ്മൾ പ്രത്യേകം ഓർക്കുക, ഈ സ്പെസിഫിക് സൈന് യഹൂദന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ്. ദേവാലയം പണിവെന്നുള്ളത് നമ്മൾ കണ്ടു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ ഭാവിയിൽ അത് ആരാധന നടക്കുന്നത് ദൈവം യോഹന്നാന് കാണിച്ചു കൊടുത്തു. ഇവിടെ മത്തായി 24 യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ കണ്ടു. ദാനിയേലിന്റെ പുസ്തകത്തിൽ അന്ത്യകാലത്തിൽ ഒരു ദേവാലയം യഹൂദൻ ഉണ്ടാകും, അവിടെ യാഗങ്ങൾ അർപ്പിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ കാണുകയുണ്ടായി. കൂടാതെ പൗലോസും തെസ്സലോനിക്ക ലേഖനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്കർ 2:3-4 വാക്യം. അതുകൂടെ വായിച്ചിട്ട് ആ ഭാഗം വിടാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-4 വാക്യം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായി അവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാഭിഷേകമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ ദൈവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിക്കും. ആരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്? അന്ത്യക്രിസ്തുവിനെ കുറിച്ചാണ്. അന്ത്യക്രിസ്തു ദേവാലയത്തിന്റെ ഉള്ളിൽ കയറി ദേവാലയത്തിൽ ഇരുന്ന് ദൈവമെന്ന് നടിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞു, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. ദാനിയേൽ വെളിപ്പെടുത്തി, നിരന്തര ഹോമയാഗം നിർത്തലാക്കും. അവൻ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയോടെ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഒരു കാര്യം ഈ വാക്കുകളിൽ, കർത്താവിന്റെ വാക്കുകളിൽ നിന്നും വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയതനുസരിച്ചും ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു കാര്യം തീർത്ത് നമുക്ക് മനസ്സിലാക്കാം. യഹൂദന് 3-ാമത്തെ ദേവാലയം പണിയപ്പെടണം. 1-ാമത്തെ ദേവാലയം ശലോമോൻ പണിതു, അത് ബാബിലോണിയൽ നെബൂഖദ്നേസർ നശിപ്പിച്ചു. 2-ാമത്തെ ദേവാലയം ബാബേൽ പ്രവാസത്തിൽ നിന്ന് വന്ന സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പണിതു. ഹെരോദ രാജാവ് പുതുക്കി പണിതു, അത് റോമൻ സൈന്യം തന്നെ അതിനെ നശിപ്പിച്ചു. ബഹുകാലം അവർക്ക് ദേവാലയം ഇല്ല, യാഗമില്ലാതെ അവർ കിടക്കുകയാണ്, ഇന്നും കിടക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടതുപോലെ യഹൂദന് ദേവാലയം പണിത് ആ ദേവാലയത്തിന്റെ ഉള്ളിൽ അന്ത്യക്രിസ്തു കയറിയിരിക്കണം. പീഡന കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ ആര് ദേവാലയം പണി?
നമ്മൾ വിഷയത്തിലേക്ക് കടക്കട്ടെ. ആരാണ് ദേവാലയം പണിയുന്നത്? എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ആരാണ് യഹൂദന്റെ ദേവാലയം പണിയുന്നത്? ആ രാജ്യം പണിയുമോ? അവർ പണിയത്തില്ല. എന്താ അവർ പണിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞത്? അവർ പണിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഇസ്രായേൽ രാഷ്ട്രം സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ മതപരമായിട്ട് അവർക്ക് ബന്ധമില്ല. ദേ ആർ നോട്ട് റിലീജിയസ് പീപ്പിൾ, സെക്യുലർ പീപ്പിൾ. അവർക്ക് മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രമല്ല ഇസ്രായേൽ. അവരുടെ രാജ്യം ഒരിക്കലും അത് പണിയുവാനായിട്ട് ഒരുങ്ങത്തില്ല. ആരാണ് ദേവാലയം പണിയേണ്ടത്? നാം ജീവിക്കുന്ന കാലത്തിൽ ആ സംഭവങ്ങൾ ചുരുളഴിയുകയാണ്. നമ്മൾ ഓർക്കണം, ബാബേലിൽ നിന്ന് ഇവർ മടങ്ങി വന്നപ്പോൾ ആരാ ഈ ദേവാലയം പണിതത്? അവിടെ കാണുന്നുണ്ട്, എസ്രയുടെ നേതൃത്വത്തിൽ സനീന്ദ്ര സഭയെ അവര് ഉണ്ടാക്കിയെടുത്തു. സനീന്ദ്ര സഭ എന്ന് പറഞ്ഞാൽ, ഞാൻ വാക്യം പറയാം, എടുത്ത് വായിക്കുന്നില്ല. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. സംഖ്യാപുസ്തകം 11-ന്റെ 16-17 വാക്യം. ആ വാക്യം വായിച്ചാൽ നമ്മളവിടെ കാണുന്നുണ്ട്, മോശയെ സഹായിക്കാൻ ഏതാണ്ട് 70 പേരെ തിരഞ്ഞെടുത്തു. 70 പേര് മോശയും കൂടി ചേരുമ്പോൾ 71 പേരാണ്. 71 പേരാണ് സനീന്ദ്ര സഭ എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ മതത്തെക്കുറിച്ചുള്ള ഏറ്റവും ഉന്നതമായ ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ സനീന്ദ്ര സഭയാണ്. ദേവാലയം പണിയണമെങ്കിൽ സനീന്ദ്ര സഭ വേണം. ഇസ്രായേലിൽ അങ്ങനെ ഇല്ലായിരുന്നു. ബഹുകാലം അവർക്ക് ദേവാലയം ഇല്ല, പുരോഹിതന്മാരില്ല. എന്നാൽ 2004 ഒക്ടോബർ മാസം 13-ാം തീയതി 2004 ഒക്ടോബർ മാസം 13-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. ഇസ്രായേലിന്റെ മധ്യത്തിൽ നിന്ന് 71 ഏറ്റവും ബഹുമാന്യരായ റബിമാരെ ഈ പുതിയ സനീന്ദ്ര സഭകളായിട്ട് തെരഞ്ഞെടുത്തു. അവരെ ഓത്തെടുത്തു. അവര് ജനങ്ങളോട് ഉടമ്പടി ചെയ്ത് ആധുനിക സനീന്ദ്ര സഭയായി മാറി. 2005 ജാനുവരി 20 അവർ പ്രവർത്തനം ആരംഭിച്ചു. നിങ്ങൾ ആലോചിക്കണം, ഇത് നിസ്സാര കാര്യമല്ല. 2005 ജാനുവരി 20 സനീന്ദ്ര സഭയുടെ പ്രവൃത്തി ആരംഭിച്ചു. ഇന്ന് ഇസ്രായേലിൽ ചെന്നാൽ ഈ ദേവാലയം നിന്നതിന്റെ അടുക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിന്റെ പേരാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. യഹൂദന് ദേവാലയം പണിയുവാനായിട്ട് കാര്യങ്ങൾ ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അനേക പ്രാവശ്യം അതിനകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ കൈകെട്ടിയിരുന്ന് കണ്ട് കരയുവാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെയുള്ള സംഭവങ്ങൾ ഞാൻ അവിടെ കണ്ടു. കാരണം ഈ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത ദേവാലയം പണിയുവാൻ കാര്യങ്ങൾ ഒരുക്കുന്നു. ഞാൻ ഒന്ന് കടന്നു പറയാം. ഞാൻ അവരുടെ മുന്നിൽ ഇരുന്നപ്പോൾ അവർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, അടുത്ത ദേവാലയ പണി ആരംഭിക്കാൻ 93 ഉപകരണങ്ങൾ വേണം. അതിൽ 90 ഞങ്ങൾ ഉണ്ടാക്കി. യെസ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ഏതാണ്ട് 80-90 കിലോഗ്രാം തനി തങ്കത്തിൽ കവരവിളക്ക്, നിലത്തുനിന്ന് ഏതാണ്ട് ഈ കളരമുള്ള കവരവിളക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. സ്വർണം കൊണ്ടുണ്ടാക്കിയ കവരവിളക്ക് ദേവാലയത്തിൽ വെക്കാൻ. കാഴ്ചപ്പത്തിന്റെ മേശ ഞാൻ കണ്ടു, തങ്കം പൊതിഞ്ഞത്. മഹാപുരോഹിതൻ ധരിക്കേണ്ട ആ ക്രൗൺ തനി തങ്കത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ മഹാപുരോഹിതന്റെ വസ്ത്രം അവർ നെയ്തെടുത്തു. അവർ പറഞ്ഞ വാക്കെനിക്ക് മറക്കാനൊക്കില്ല. ആ ഒരു വസ്ത്രത്തിന്റെ വില $1,00,000. $1,00,000. അവിടെ ഈ യാഗപീഠം ഉണ്ടാക്കി വെച്ചു. ഞാൻ ആ യാഗപീഠം ശ്രദ്ധിച്ചു. അവരുണ്ടാക്കിയിരിക്കുന്നത് ഇരുമ്പ് തൊടാത്ത കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയെടുത്തതാണ് ആ യാഗപീഠം. സമുദ്രത്തിന്റെ അടിയിലെ മണ്ണ് ഇഷ്ടിക ചുട്ടിട്ട് ആ ഇഷ്ടിക നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് ഈ യാഗപീഠം അവർ ഉണ്ടാക്കി. എന്നാൽ ഇന്നതൊരു മുറിയിലാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കിത് ദേവാലയം പണിയുമ്പോൾ അടർത്തിയെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവെക്കാൻ കഴിയുന്ന വിധത്തിൽ അത് വെച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഓർത്തുപോയി, സുഗന്ധദ്രവ്യം, അതായത് സ്വർണ്ണ ധൂപപീഠം അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർണ്ണ ധൂപപീഠത്തിൽ ഒരു പാത്രത്തിൽ സുഗന്ധദ്രവ്യം വെച്ചിട്ടുണ്ട്. അവിടെ അർപ്പിക്കുന്നത് നമ്മുടെ ഈ ആയുർവേദ കടയിൽ കിട്ടുന്ന ഇതിൻ്റെയൊക്കെ ഒരു മണം പോലെയാണ്. അത് മണപ്പിക്കാൻ അവർ തന്നു. മണത്തപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കൂട്ടാണ് അവിടെ അർപ്പിക്കേണ്ടത്. അതവർ കണ്ടുപിടിച്ചു, ഉണ്ടാക്കിയെടുത്തു. എന്തിനെ പറയുന്നു? 93 ഉപകരണം വേണ്ടിയതിൽ 90 അവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ അന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പെട്ടകം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യമാണ്. അവരന്ന് എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പെട്ടകം വെളിപ്പെടുത്തും. എന്നാൽ ഞാൻ അവസാനം ഈ കോവിഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പോയപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ഇരുന്നിട്ട് എനിക്ക് കരയണമെന്ന് തോന്നിയ ഒരു സന്ദർഭം. അവർ പറയുകയാണ്, ചോദിക്കാതെ പറയുകയാണ്, വി നോ വെർ ഇസ് ദ ആർക്ക്. പെട്ടകം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. അവർ അത് കണ്ടുപിടിച്ചു. യഹൂദന്റെ പെട്ടകം, മോശയുടെ കൽപ്പലകയും 10 കൽപ്പന എഴുതിയ കൽപ്പനയും മന്നയിട്ട് വെച്ച പാത്രവും അഹരോന്റെ തളിർത്ത വഴിയും ഇരിക്കുന്ന പെട്ടകം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. അവർ പുറത്തെടുക്കാത്തത്, വളരെ ഭക്തന്മാരായ യഹൂദന്മാർ ഈ മോസ്ക് ഇടിച്ചു കളഞ്ഞിട്ട് ദേവാലയം പണിയുവാൻ അവിടെ പ്രശ്നമുണ്ടാക്കും. അത് സംഭവിക്കാതിരിക്കാൻ അവർ എടുത്തിട്ടില്ല. ഏതോ ഒരു കുഴിയിലാണ്, ഗുഹയിലാണ് ഈ പെട്ടകം ഇരിക്കുന്നത്. കാരണം യഹൂദന്റെ ദേവാലയം
ഞാൻ പറഞ്ഞു ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ തറ പോലെ ലെവലാണ്. ആ തറയുടെ അടിയിലൂടെ തുരങ്കങ്ങൾ ഉണ്ടായിരുന്നു. റോമാക്കാർ വന്ന് വളഞ്ഞു കിടന്നപ്പോൾ, ശത്രുക്കൾ വന്ന് ബാബിലോണിയർ വന്ന് വളഞ്ഞു കിടന്നപ്പോൾ അവരവിടെ നിന്ന് പല ഉപകരണങ്ങൾ ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുപോയി എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. എവിടെയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇനിയും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ ചാവുകടൽ തീരത്ത് 1947 അവർ ഈ ചാവുകടൽ തീരത്ത് നിന്ന് അവർക്ക് യെശയ്യാ പ്രവാചകന്റെ ചുരുളുകളൊക്കെ കിട്ടി 47. എന്നാൽ 1953 അതിൻ്റെ അടുക്കിൽ നിന്ന് വേറെ ഒരു ചുരുൾ അവർക്ക് കിട്ടി. കേവ് 3 നിന്ന് കോപ്പർ കൊണ്ട്, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ 8 അടി നീളം 1 അടി മാത്രം വീതിയുള്ള ഒരു ചെമ്പ് തകിട് ഒരു കലത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന അവർ കണ്ടു. 53 അവര് 53 മാർച്ചിന് അതെടുത്തു, വളരെ ശ്രദ്ധയോടെ എടുത്തു. ഏതാണ്ട് 30 വർഷം അതിൽ പഠനം നടത്തി. 20 വർഷം പഠനം കഴിഞ്ഞ് ഇതിൽ യാദിൽ എന്ന് പറയുന്ന ആള് 4 വോളിയമുള്ള ഗ്രന്ഥം ഇറക്കി. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ചുരുളുകളിൽ ദേവാലയത്തിന്റെ പണിയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ഹീബ്രു ഭാഷയിൽ ആണികൊണ്ടെന്ന പോലെ എഴുതിയിരിക്കുകയാണ്. മാത്രമല്ല ദേവാലയത്തിന്റെ ട്രഷറുകൾ, ദേവാലയത്തിന്റെ സ്വർണങ്ങളൊക്കെ എവിടെയാണെന്ന് ഈ ചെമ്പ് തകിടിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ 2000 വർഷം കൊണ്ട് ഭൂമിയുടെ പ്രകൃതിക്ക് മാറ്റമുണ്ടായി. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അങ്ങനെ പോയി കഴിയുമ്പോൾ ഇന്ന ഗുഹയിൽ ഇന്ന സാധനമുണ്ട്. 64 ലൊക്കേഷൻ ആ ചെമ്പ് തകിടിലുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം. ഒരു ടീം ഇതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് നടന്നു പോവുകയാണ്, എക്സ്പ്ലോർ ചെയ്യുകയാണ്. പോയി ഒരു ഗുഹയ്ക്കകത്ത് ചെന്നു. ചാവുകടലിന്റെ തീരത്തുള്ള ഒരു ഗുഹയിൽ. ആ ഗുഹയിൽ ചെന്നപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ കുഴിച്ചു. ഏതാണ്ട് ആ ഭാഗം അവർ കുഴിച്ച് താഴോട്ട് ചെന്നപ്പോൾ 5 ഇഞ്ച് മാത്രം കിളരമുള്ള ഒരു കലം, 5 ഇഞ്ച് കിളരമുള്ളത് പനയോലയിൽ അത് ചുറ്റി മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ അവർ എടുത്തപ്പോൾ ജെല്ലി പോലൊരു സാധനം. അത് കാർബൺ ഡേറ്റിംഗ് പരിശോധനയ്ക്ക് കൊടുത്തു. യഹൂദന്റെ യൂണിവേഴ്സിറ്റിയിൽ പരിശോധിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, 2000 വർഷം മുമ്പുള്ള അഭിഷേക തൈലമാണിത്. 2000 വർഷം മുമ്പ് അന്ന് യഹൂദന്മാർ കുഴിച്ചിട്ട് അഭിഷേക തൈലം ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ തിരിച്ച് കണ്ടെടുത്തു. യഹൂദന് ഇന്ന് അഭിഷേക തൈലം ഉണ്ടാക്കാൻ സാധ്യമല്ല. എന്താ അങ്ങനെ പറഞ്ഞത്? യഹൂദൻ അഭിഷേക തൈലം ഉണ്ടാക്കണമെങ്കിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വേണം. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി, ഉണ്ടാക്കാൻ സാധ്യമല്ല. പക്ഷേ ഇനിയും ദേവാലയം പണി തുടങ്ങുമ്പോൾ അതിനെ അഭിഷേകം ചെയ്ത് പണി ആരംഭിക്കാൻ അഭിഷേക തൈലം 2000 വർഷം മുമ്പ് ഈ കലത്തിന്റെ ഉള്ളിൽ പനയോല കൊണ്ട് ചുറ്റി മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടത് അത് ഖനീഭവിച്ചു, ജെല്ലി പോലായെങ്കിലും ദേവാലയത്തിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ അഭിഷേകം ചെയ്യുവാനായിട്ട് അത് മതി. അവർ അഭിഷേക തൈലം കണ്ടുപിടിച്ചു. 93 ഉപകരണങ്ങളിൽ 90 ഉപകരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. എവിടെ ദേവാലയം പണി? അവിടെ മോസ്ക് നിൽക്കുകയല്ലേ? ഡോക്ടർ ആഷർ കൗഫ്മാൻ എന്ന് പറയുന്ന ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, അദ്ദേഹം 1 വർഷം അവധിയെടുത്തു ദേവാലയം എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണുവാൻ. നിങ്ങൾക്കറിയാമോ, ഈ ദേവാലയം നിന്ന സ്ഥലങ്ങളിൽ യഹൂദൻ അങ്ങനെ നടക്കത്തില്ല. അവരുടെ ചിന്ത അറിയാതെ ചെന്ന് അതിവിശുദ്ധ സ്ഥലത്ത് ചവിട്ടുമെന്നുള്ള ഭയം കൊണ്ട് അവരവിടെയൊന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? ഈ ഡോക്ടർ ആഷർ കൗഫ്മാൻ എബ്രായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം 1 വർഷം അവധിയെടുത്തിട്ട് എവിടെയാണ് യഹൂദന്റെ ദേവാലയം എന്നുള്ളത് കണ്ടുപിടിക്കാൻ അദ്ദേഹം പരീക്ഷണങ്ങൾ ആരംഭിച്ചു. ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. അനേക എഴുത്തുകൾ അദ്ദേഹം ഉപയോഗിച്ചു. അനേക എഴുത്തുകൾ, 1 യുദ്ധത്തിലെ എടുത്ത ഫോട്ടോഗ്രാഫ്സ്, ഇതെല്ലാം കൂടെ വെച്ചു. മാത്രമല്ല കർത്താവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ മതിലിന്റെ തുറക്കാത്ത ഒരു കവാടം എന്നുമുണ്ട്. തുറക്കാത്ത ഒരു വാതിലുണ്ട്, അടഞ്ഞു കിടക്കുകയാണ്, കിഴക്കേ വാതിൽ. ആ വാതിലിനോടനുബന്ധിച്ച് അവർ അളന്നു ചെന്നപ്പോൾ പണ്ടത്തെ ദേവാലയത്തിന്റെ ഒരു മൂലക്കല്ല് അവർ കണ്ടുപിടിച്ചു. ആ മൂലക്കല്ല് കണ്ടുപിടിച്ചപ്പോൾ ഒരു കാര്യം അവർക്ക് ബോധ്യമായി. യഹൂദന്റെ ദേവാലയം നിന്ന സ്ഥലത്തല്ല ഡോം ഓഫ് ദി റോക്ക് നിൽക്കുന്നത്. മുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമി ഈ മോസ്ക് നിൽക്കുന്നത് യഹൂദന്റെ ദേവാലയം പണിയപ്പെടേണ്ടിയിടത്തല്ല. ഞാൻ ആ സ്ഥലത്ത് പോയി. ഞാനിത് മനസ്സിലാക്കിയ ശേഷമാണ് അവിടെ കയറിയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടുത്തെ ഗൈഡിനോട് ചോദിച്ചു, ഈ ഡോം ഓഫ് ദ സ്പിരിറ്റ് എവിടെയാണ്? ഈ മോസ്കിന്റെ അടുക്കല് ഒരു കപ്പോള പോലെ ചെറിയൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്തൊരു വെള്ള പാറയുണ്ട്. ആ പാറയാണ് യഹൂദന്റെ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലം. അവിടെ ദൈവം അനുവദിച്ചില്ല മോസ്ക് പണിയാൻ. യഹോവയുടെ ദൃഷ്ടി അവിടെ പതിഞ്ഞിരുന്നു. ദൈവം അവിടെ സൂക്ഷിച്ചു. ഞാൻ ആ സ്ഥലം കാണാൻ പോയി. ആരും അവിടെ ചെന്ന് കയറുകയോ ഒന്നും ചെയ്യത്തില്ല, പേടിയാണ്. അവർ പറയുന്നത് ഡോം ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയും. പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. അവിടെ തൊടുന്നവനും അവിടെ കയറുന്നവനൊക്കെ ചത്തുപോകുമെന്നാണ് പറയുന്നത്. എനിക്കറിയാം ഞാൻ മരിക്കത്തില്ലെന്ന്. ഞാൻ അവിടെ കയറി നിന്നു. കാരണം ലോകത്തിൽ യഹൂദന്റെ ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം
ഞാൻ അവിടെ കയറി നിന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഓടി വന്നു ഗാർഡുകൾ. മാറണമെന്ന് പറഞ്ഞു. ഞാൻ മാറിപ്പോയി. പക്ഷെ എനിക്ക് അവിടെ കയറുവാൻ ഭാഗ്യം ലഭിച്ചു. അവിടെ നിന്ന് ദേവാലയം പണിതാൽ ഏതാണ്ട് 150 അടി മാറിയാണ് ഈ ഡോം ഓഫ് ദി റോക്ക് നിൽക്കുന്നത്, മുസ്ലിങ്ങളുടെ പള്ളി നിൽക്കുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഇത്രയും സ്ഥലത്ത് ഈ യഹൂദന്റെ ദേവാലയം പണിയുമ്പോൾ അവർക്ക് പുറത്തെ പ്രാകാരം പണിയാൻ ഒക്കില്ല. പക്ഷെ പുറത്തെ പ്രാകാരം വേണ്ട, അത് ജാതികൾക്കുള്ളതാണ്, അത് വേണ്ട. അകത്തെ പ്രാകാരം പണിയാം. നമുക്ക് വെളിപാട് ദിവസം 11-ാം അധ്യായം എടുത്താട്ടെ. അവിടെ ഇനിയും പണിയുന്ന ദേവാലയത്തെ കുറിച്ച് നോക്കാട്ടെ. 2-ാമത്തെ വാക്യം തുടങ്ങി 11:2. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇവം ഭാവിയിൽ പണിയുന്ന ദേവാലയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പുറത്തെ പ്രാകാരം അളക്കണ്ട, അത് ജാതികൾക്കുള്ളതാണ്. ഇന്ന് കണ്ടുപിടിച്ചു, യഹൂദന്റെ ദേവാലയം പണിയണമെങ്കിൽ അവർക്ക് പണിയാം, പക്ഷേ പുറത്ത് മോസ്കാണ്. ആ പുറത്തെ പ്രാകാരം പണിയാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുവരെ കരുതിയിരുന്നത് ഈ മോസ്ക് പൊളിക്കണമെന്ന, മോസ്ക് പൊളിക്കണ്ട, മോസ്ക് പൊളിക്കാതെ ഇത് പണിയാം. പക്ഷേ അത് പണിയണമെങ്കിൽ ഇനിയുമാണ് വിഷയം, അവിടെ മുസ്ലിങ്ങൾ അനുവദിക്കണം. ഇന്ന് ആ സ്ഥലം അവരുടെ കയ്യിലാണ്. എന്നാൽ യഹൂദനാണ് അതിൻ്റെ പരമാധികാരിയായിട്ട് നിൽക്കുന്നത്. ഇത് 3ആയിട്ട് ഭാഗിക്കുവാൻ ലോകത്തിൽ ചിന്ത ആരംഭിച്ചു കഴിഞ്ഞു. നമ്മൾ വന്നെത്തിയ ദിവസം എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ആ സംഭവം പ്രിയപ്പെട്ടവരോട് പറയട്ടെ. ആദ്യം ഇത് പ്രപ്പോസ് ചെയ്തത് പ്രസിഡന്റ് ക്ലിന്റൺ ആണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന പ്രസിഡന്റ് ക്ലിന്റൺ പറഞ്ഞു, ഇത്രയും ഭൂമി കിടക്കുകയല്ലേ, ഈ മുസ്ലിങ്ങളുടെ മോസ്കിനെ ഒന്നും ചെയ്യണ്ട, അതിൻ്റെ ഇപ്പുറത്ത് യഹൂദന്മാർ ദേവാലയം പണിയട്ടെ, ആ വിലാപം അതിലുമൊക്കെ അവരുടെ കയ്യിലിരിക്കട്ടെ, അതിൻ്റെ ഇപ്പുറത്ത് ക്രിസ്ത്യാനികൾ ഒരെണ്ണം പണിയട്ടെ. 3ആയിട്ട് കീറുവാൻ പ്രപ്പോസൽ വന്നു. അതിൻ്റെ ശേഷം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഷിമോൻ പെരസ് ഈ ടെമ്പിൾ മൗണ്ട് 3ആയിട്ട് കീറുവാൻ പ്രപ്പോസല് കത്തോലിക്കരുടെ പോപ്പിന്റെ മുന്നിൽ കൊണ്ടാണ് അവതരിപ്പിച്ചു. ഇപ്പോൾ അത് പോപ്പിന്റെ ടേബിളിലുണ്ട്, പോപ്പിന്റെ മുന്നിലുണ്ട്. മുസ്ലിങ്ങളുടെ മോസ്ക് ഒന്നും തൊടണ്ട, അതവിടെ നിന്നോട്ടെ, അതിൻ്റെ ഇപ്പുറത്ത് യഹൂദന് ദേവാലയം പണിയാം. അവർ കണ്ടുപിടിച്ചു, ആ തുറക്കാത്ത വാതിലുണ്ടല്ലോ, കിഴക്കേ വാതിൽ, അതിന്റെ കൃത്യമായി വരികയാണ് യഹൂദന്റെ ദേവാലയത്തിന്റെ കേന്ദ്രഭാഗം. അവിടെയാണ് ഈ ഡോം ഓഫ് ദ സ്പിരിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഡോം, ഒരു പാറയുള്ളത് അവിടെയാണ്. അവിടെ ഒരു കെട്ടിടവും നിപ്പില്ല. അതിൻ്റെ ഇപ്പുറത്ത് ക്രിസ്ത്യാനികൾക്കൊരു ദേവാലയം പണിയാൻ അവർ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. പോപ്പിന്റെ മുന്നിൽ ഇതുണ്ട്. പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, അവരിങ്ങനെ പറഞ്ഞു, ഈ സ്ഥലത്ത് ഈ 3 പേരും ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവർക്ക് ആരാധിക്കാം. വെള്ളിയാഴ്ചയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്, വെള്ളിയാഴ്ച. ശനിയാഴ്ചയാണ് യഹൂദൻ ആരാധിക്കുന്നത്, ഞായറാഴ്ചയാണ് ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എവിടെ ആരാധിക്കാം, യഹൂദന് ശനിയാഴ്ച ശബത്തിൽ ആചരിക്കാം, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച ഇപ്പുറത്ത് ആരാധിക്കാം. ഈ പ്രപ്പോസൽ പോപ്പിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഈ സ്ഥലം കീറി മുറിക്കും. അന്തിക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ കീറി മുറിക്കും. 1-2 വാക്യം ഒന്ന് വായിക്കാം. യോവേൽ പ്രവചനം 3:2 നോക്കിക്കാട്ടെ. ഈ സ്ഥലം കീറി മുറിക്കും, ഈ ദേവാലയം പണിയാനായിട്ട് കീറി മുറിക്കും. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ യഹൂദയുടെയും യെരൂശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എൻ്റെ ജനനിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എൻ്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. എന്റെ ദേശത്തെ അവർ ഭാഗിക്കുന്നു. ദാനിയേൽ 11:39 വായിക്കുന്നുണ്ട്, അവർ നേട്ടങ്ങൾക്ക് വേണ്ടി എന്റെ ദേശത്തെ ഭാഗിക്കുന്നു. They are dividing my land for gain. ദാനിയേൽ 11:39 വായിക്കുന്നുണ്ട്, 2-ാം ഭാഗത്തിൽ. അല്ലേ? അവനെ സ്വീകരിക്കുന്ന അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. ദേശത്തെ പ്രതിഫലമായി ഭാഗിക്കും. 2 വേദഭാഗത്തിൽ ദേശത്തെ ഭാഗിക്കും. പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്വാധീനതയുള്ള പോപ്പിന്റെ മുന്നിൽ ഈ ദേവാലയം നിന്ന പ്രതലം അവിടെ 3ആയി കീറി 3 ഏക ദൈവ വിശ്വാസികൾക്ക് ഭാഗിച്ചു കൊടുക്കുവാൻ പ്രപ്പോസൽ അവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, അത് നടക്കാൻ പോവുകയാണ്. എന്താ കാരണം? ദാനിയേൽ 9:27 വായിക്കുന്നു. നമുക്കറിയാം, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു വെളിപ്പെടും. അവൻ വലിയ ശക്തമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. He will make a strong covenant. യഹൂദനോടും അതുപോലെ തന്നെ ചുറ്റുമുള്ള അറബികളോടും വലിയ സ്ട്രോങ് കവനൻ, ഒരു ഫോഴ്സ്ഡ് കവനൻ, ഒരു ഉടമ്പടി, സമാധാന ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അന്ന് യഹൂദന് ദേവാലയം പണിയുവാൻ അനുവദിക്കപ്പെടും. ഡോക്ടർ ആഷർ കൗഫ്മാൻ യഹൂദന്റെ ദേവാലയത്തിന്റെ പണിക്ക് പ്രാധാന്യത കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞു, യഹൂദന്റെ ദേവാലയം പണിയണമെങ്കിൽ 42 മാസം എടുക്കും. എന്താ കാരണമെന്നറിയാമോ? അവരുടെ കലണ്ടർ മൂണിനെ നോക്കിയാണ് അവരുടെ കലണ്ടറും. അതനുസരിച്ച്
42 മാസത്തോളം വേണം. ഈ മൂണിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ ദേവാലയം ബൈബിളിൽ അവർക്ക് വെളിപ്പെടുത്തിയതനുസരിച്ച് പണിതെടുക്കാൻ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, മഹോപദ്രവ കാലഘട്ടത്തിന്റെ ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുന്നത് 42 മാസമാണ്. ഈ 42 മാസം കൊണ്ട് ഈ ദേവാലയം പണിയും. നമ്മളിപ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ വായിച്ചില്ലേ, അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. ഞാൻ വിശദമായി പറയാതെ പറയട്ടെ. മഹോപദ്രവ കാലഘട്ടത്തിൽ ഏലിയാ പ്രവാചകനും മോശയും ഇസ്രായേലിന്റെ മധ്യത്തിൽ വരും. ഈ 2 പ്രവാചകന്മാർക്ക് ദൈവം ശക്തി കൊടുക്കും. അവരെ എന്തിനാണ് 42 മാസം ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നത്? ദേവാലയം പണിയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. ആ എതിർക്കുന്ന ആളുകളെ ഇവരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കും. അവർ നമ്മളവിടെ വായിക്കുന്നുണ്ട്, അവർ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ കൊന്നുകളയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യഹൂദന്മാരായ ഈ 2 പ്രവാചകന്മാർ ഇസ്രായേലിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ സഹായത്താൽ ആദ്യത്തെ 40 ദിവസം കൊണ്ട്, 5-ാം വാക്യം കണ്ടില്ലേ, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരെ അങ്ങനെ മരിക്കേണ്ടി വരും. ഈ ദേവാലയം യഹൂദന്റെ പണിയുമ്പോൾ, ഞാൻ പേരൊന്നും എടുക്കുന്നില്ല, ഒരു കൂട്ടം ആളുകൾ എതിർത്തെന്ന് വരും. എതിർക്കുന്നവരെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ദഹിപ്പിക്കും. ആ 42 മാസം കൊണ്ട് ദേവാലയം പണിയും. 42 മാസം വേണമെന്നാണ് ഡോക്ടർ ആഷർ കൗപ്മാൻ പറഞ്ഞത്. അത് അന്തിക്രിസ്തു, എതിർ ക്രിസ്തു ഉണ്ടാക്കുന്ന ശക്തമായ ഉടമ്പടിയുടെ ഫലമായിട്ടാണ്. അതിൻ്റെ ശേഷം നമ്മൾ വായിക്കുന്നു, എതിർ ക്രിസ്തു ഉടമ്പടി ലംഘിക്കും. ഈ 2 പ്രവാചകന്മാരെ കൊന്ന് നിലത്തിടും. എന്നിട്ട് അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ 9-ാം വാക്യം വായിച്ചാട്ടെ. 9-ാം വാക്യം, സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. അതെന്താ അങ്ങനെ? ഒരു മുസ്ലിം മരിച്ചാൽ അന്ന് തന്നെ അടക്കും, ഒരു യഹൂദൻ മരിച്ചാൽ അങ്ങനെ അടക്കും. എന്നാൽ ഇവരുടെ ശരീരം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കത്തില്ല. മതപരമായ കാര്യമാണ്. അവരുടെ മതത്തെ ഏതെങ്കിലും വിധത്തിൽ അധിക്ഷേപം ചെയ്താൽ ആ ശരീരം അടക്കാൻ സമ്മതിക്കത്തില്ല. ഈ പ്രവാചകന്മാരുടെ ശരീരത്തെ നിന്ദിക്കും, ചവിട്ടും, തുപ്പും, അപമാനിക്കും. പക്ഷെങ്കിൽ 3.5 ദിവസം കഴിയുമ്പോൾ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജീവിച്ചെഴുന്നേറ്റ് അവർ സ്വർഗത്തിലോട്ട് കരേറിപ്പോകും. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, യഹൂദന്റെ ദേവാലയത്തിന്റെ സ്ഥലം അവരുടെ കയ്യിൽ കിട്ടി. അവരുടെ തോറ, അല്ലെങ്കിൽ തൽമൂഡ് എന്ന് പറയും, അവരുടെ എഴുത്തുകളിൽ ഏതാണ്ട് 2/3 ദേവാലയം പണിയുന്നതിനോടും അതിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയെക്കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രാർത്ഥന, ഭക്തരായ യഹൂദൻ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ ആയുസ്സിൽ ഈ ദേവാലയം പണിത് ഞങ്ങൾ കാണണം, ഞങ്ങളെ അതിന് സഹായിക്കണം. അവർ ഭക്തന്മാരായ യഹൂദന്മാർ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇന്ന് സനീന്ദ്ര സഭ ഉണ്ടായി കഴിഞ്ഞു, ഒരു ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞു, 93 ഉപകരണങ്ങളിൽ 90 ഉണ്ടാക്കി കഴിഞ്ഞു. അവന്റെ ഫൗണ്ടേഷൻ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ മോസ്കിന്റെ അടുക്കൽ പുറത്തെ പ്രാകാരം പണിയാൻ, ദേവാലയം പണിയാൻ കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് പണിയുവാനായിട്ട് പ്രപ്പോസല് പോപ്പ് ഫ്രാൻസിസിന് മുന്നിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. പിന്നെന്താ പണിയാത്തത്? ഒരു തടസ്സമുണ്ട്. ഇത് പണിയാത്തത് ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഈ മഹോപദ്രവ കാലഘട്ടം ആരംഭിച്ചെങ്കിലേ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടത്തുള്ളൂ. എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടണമെങ്കിൽ തടുക്കുന്നവൻ വഴി നിന്നും മാറണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് സഭയുമായിട്ട് ഇവിടെ നിന്ന് പോകണം. പോയ ശേഷമേ എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ഉടമ്പടി ഉണ്ടാക്കി ഈ ദേവാലയത്തിന്റെ പണി ആദ്യത്തെ 42 മാസം കൊണ്ട് നടക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ ബഹുകാലം ഹോശേയ 3 രേഖപ്പെടുത്തിയ പോലെ ബഹുകാലം ദേവാലയമില്ലാതെ, യാഗമില്ലാതെ, എഫോദില്ലാതെ, നിങ്ങൾ ഓർക്കണം, ഇന്ന് നമ്മുടെ ബൈബിൾ സ്കൂൾ പോലെ ഈ ടെമ്പിൾ മൗണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാര്, അവർക്ക് ബൈബിൾ സ്കൂൾസ് ഉണ്ട്. വൈ ക്രോമസോം, അതായത് അഹരോന്റെ വംശത്തിൽപ്പെട്ട കഹാത്യരെ തിരിച്ചറിയുവാൻ ബ്ലഡിലെ വൈ ക്രോമസോമിന്റെ വേരിയേഷൻ കണ്ടുപിടിച്ചിട്ട് അവർ കഹാത്യരെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന 2 സ്കൂളുണ്ട്. ദേവാലയ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എങ്ങനെയാണ് ദേവാലയ ശുശ്രൂഷ ആരംഭിക്കേണ്ടതെന്ന് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപകരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു, ശുശ്രൂഷകൾക്ക് വേണ്ടി പണമുണ്ടാക്കി കഴിഞ്ഞു, ദേവാലയത്തിന് വേണ്ടി പണമുണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ഞാൻ ലാസ്റ്റിൽ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വികാരം കൊണ്ട് ഞാൻ നിർഭരനായി തീർന്നത്, കരയണമെന്ന് എനിക്ക് തോന്നിയത്, അവര് 3ാമത്തെ ടെമ്പിളിന്റെ ആർക്കിടെക്ട് വർക്ക് കാണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ദിസ് ജനറേഷൻ ഈസ് മേക്കിംഗ് പ്രിപ്പറേഷൻ ടെമ്പിൾ. 3ാമത്തെ ദേവാലയം അതിന്റെ രൂപരേഖകൾ കാണിച്ചു, ആർക്കിടെക്റ്റിന്റെ വർക്ക്, അതിന്റെ പടങ്ങൾ കാണിച്ചു, അത് പണിയാനുള്ള എല്ലാം ഒരുക്കി. അവർ പറഞ്ഞു, ദിസ് ജനറേഷൻ ഈസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ 3rd ടെമ്പിൾ. ഈ തലമുറ 3ാമത്തെ ദേവാലയം പണിയാൻ ഒരുങ്ങുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇത്രയും ഒരുങ്ങുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടപ്പോൾ, ഇനിയും യഹൂദനുള്ള ബന്ധത്തിൽ പത്രോസ് രേഖപ്പെടുത്തി, യഥാസ്ഥാനത്തിന്റെ കാലം, ദേവാലയം യഥാസ്ഥാനപ്പെടാൻ പോവുകയാണ്. അത് പണിയപ്പെടണമെങ്കിൽ സഭ മാറ്റപ്പെടണം, സഭ ഇവിടെ നിന്ന് പോകണം.
ഉത്പ്രാവണത്താൽ മാറ്റപ്പെടണം. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോടൊത്ത് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞങ്ങളെ കേൾക്കുന്നവരോട് പറയട്ടെ, അതിന് സമയം അധികമില്ല. യഹൂദന്റെ ദേവാലയത്തിന്റെ പണി തന്നെ വളരെ വ്യക്തമായി നമ്മളെ മനസ്സിലാക്കി തരുന്നു. നമ്മൾ വന്നെത്തിയത് ഏതാണ്ട് ഈ ദേവാലയത്തിന്റെ പണി മഹോപദ്രവ കാലഘട്ടത്തിലേ നടക്കുകയുള്ളൂ. പക്ഷെങ്കിൽ ആ മഹോപദ്രവ കാലഘട്ടത്തിൽ പണിയാൻ വേണ്ടി ഇത്രയും ഒരുക്കങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ ഏത് സന്ദർഭത്തിലും സഭ ഇവിടെ നിന്നും മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ആദ്യത്തെ 42 മാസം കൊണ്ട് ഈ ദേവാലയം പണിയും. പ്രിയപ്പെട്ട നിങ്ങളോട് ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങൾ ഉണർന്നിരിക്കണം, നിങ്ങൾ വാച്ച് ചെയ്യണം, നിങ്ങൾക്ക് ആ നാളെ കളരുന്ന പോലെ വരില്ല, നിങ്ങൾ വെളിച്ചത്തുള്ളവരാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുക്രിസ്തു വരുന്നു, ഈ തലമുറ ഒരുക്കപ്പെടുന്നു. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറി വരുന്ന ദിവസങ്ങളാണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ കടന്നു പോയിട്ടുള്ള വേദനയും പ്രയാസവും. പക്ഷേ എനിക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇത് അല്പകാലം കൂടെ ഉള്ളല്ലോ, ഇത് അല്പകാലം മാത്രമേ ഉള്ളല്ലോ. ഈ വേദനകളും പ്രയാസങ്ങളൊക്കെ തീരാൻ പോവുകയാണ്, വെറും അല്പകാലം മാത്രമേ ഉള്ളൂ. നമ്മൾ എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കും. നമ്മളെ വിട്ടുപിരിഞ്ഞവരെ നമ്മൾ കാണും, നമ്മൾ നിത്യ സന്തോഷത്തിൽ പ്രവേശിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ദൈവവചനത്തെ ആധാരമാക്കി ഈ 3-ാം ദേവാലയം പണിയുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അപഗ്രഥിച്ചത് നമ്മൾ വന്നെത്തിയ ദിവസങ്ങളെ വിലയിരുത്താൻ വേണ്ടിയാണ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാതിരിപ്പുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു വാക്ക് പറയട്ടെ, നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. ദൈവസഭയെ മധ്യാകാശത്തിൽ കർത്താവ് എടുക്കുമ്പോൾ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ അന്ത്യക്രിസ്തുവിന്റെ ഭരണകാലത്ത് മനുഷ്യൻ മരണം കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. ഭയാനകമായ സംഭവങ്ങൾ ഒന്നൊന്നായി ഇവിടെ ചുരുളടിയുമ്പോൾ മനുഷ്യൻ മരിച്ചാൽ മതിയെന്ന് കൊതിക്കുന്ന ഒരു ദിവസം, അത്ര ഭീകരമായ സംഭവങ്ങൾ ഇവിടെ നടക്കും. എന്നെ സൗരന്മാരെ, നമുക്ക് കർത്താവ് വാക്ക് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ, ഭൂമിയിൽ എങ്ങും വരുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. എന്നെയും നിങ്ങളെയും വിടുവിക്കുന്ന കർത്താവ് വരും. തെസ്സലോനിക്ക ലേഖനം 1 അധ്യായത്തിൽ വായിക്കുന്നു, വരാനിരിക്കുന്ന കോപത്തിൽ നമ്മെ വിടുവിക്കുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നാം കാത്തിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക, കർത്താവേ, കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് നീ മരിച്ചത് എൻ്റെ പാപത്തിനാണ്, എന്നെ രക്ഷിപ്പാനാണ്, എന്നെ വിടുവിപ്പാനാണ്, എന്നെ നിന്നോട് ചേർക്കാനാണ്. ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അതിന് തുറന്നു കൊടുത്ത് നിങ്ങൾ ആ കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങളൊരു ദൈവവിധലായി തീരും. ഭയമില്ലാതെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ ആത്മനിറവിൽ സാന്നിധ്യത്തിൽ നടത്തിയിടും അതിശയമാ. ലോകേ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ എന്നുരച്ചോൻ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിയിടും അതിശയമാ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആ ദിനത്തിൽ. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ, സ്വർണ്ണത്തെരുവിൽ വീണ്ടും